Hi all, welcome to Competitive Cracker. ഞാൻ അഖിൽ പി വർഗീസ്. നെറ്റിൻ്റെ ഒരു ചെറിയ ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ റൂറൽ അർബൻ മൈഗ്രേഷൻ. അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് എന്തുകൊണ്ടാണ് നമുക്കൊരു പ്രധാനപ്പെട്ട ടോപ്പിക് ആകുന്നത്? ശരിക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇന്ത്യൻ എക്കണോമി വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ് വെച്ച് നോക്കുമ്പോൾ, നമ്മുടെ ലേബർ തിയറി വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വരുന്ന ഒരു ഏരിയയാണ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, അൺഎംപ്ലോയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട്, ഇൻഫ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഫിലിപ്സ് കർവ് പോലുള്ള മാക്രോ എക്കണോമിക് തിയറികൾ നമുക്ക് പഠിക്കാനുണ്ട്. ഹാരിസ് ടൊഡാരോ മോഡൽ പോലുള്ള മോഡൽസ് നമുക്ക് പഠിക്കും. ഹാരിസ് ടൊഡാരോ മോഡലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു സെഷനാണ്, പക്ഷേ ഫ്രൂട്ട്ഫുള്ളായിട്ട് നമുക്ക് ഉപയോഗിക്കാം. എന്താണ് അൺഎംപ്ലോയ്മെൻറ്റ്? ഒരു ഇൻഡിവിജ്വൽ ഏബിളാണ്, വില്ലിങ് ആണ്, അയാൾ ജോലി ചെയ്യാൻ ഏബിളാണ്, വില്ലിങ് ആണ്, എന്നാലും അയാൾക്ക് എന്ത് പറ്റുന്നില്ല? പ്രിവെയിലിംഗ് വേജിൽ അയാൾ ഇതെല്ലാം ചെയ്യാൻ റെഡിയാണെങ്കിലും അയാൾക്ക് ജോബ് കണ്ടെത്താൻ പറ്റുന്നില്ല, എങ്കിൽ എംപ്ലോയ്മെൻറ്റ് കണ്ടെത്താൻ പറ്റുന്നില്ല എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത്. ലേബർ മാർക്കറ്റിൻ്റെ ഇൻഎഫിഷ്യൻസിനെയാണ് എന്തുകൊണ്ട് നമ്മൾ എവിഡൻ്റ് ആക്കുന്നത്? ഈ പറഞ്ഞ അൺഎംപ്ലോയ്മെൻ്റ് കൊണ്ടത് നമ്മൾ എവിഡൻ്റ് ആക്കുന്നത്. ഒരാൾ ഏബിളാണ്, വില്ലിങ് ആണ്, പ്രിവെയിലിംഗ് വർക്ക് വേജ് റേറ്റിൽ വർക്ക് ചെയ്യാൻ റെഡിയാണ്, അങ്ങനെയുണ്ട്, എന്നിട്ടും അയാൾക്ക് ജോബ് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയാണ് അൺഎംപ്ലോയ്മെൻറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി നമ്മൾ ഫോക്കസ് കൊണ്ടിരുന്നത് 3 കൈൻഡ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റിലേക്കാണ്. 1 ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്, 2 സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ്, 3 ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ്. ഓരോന്നും എന്താണെന്ന് നോക്കാം. ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് വരുന്നത് പൊതുഗതിയിൽ റൂറൽ ഏരിയയിലോ അഗ്രികൾച്ചറിലോ ഒക്കെയാണ് നമ്മൾ ഈ പറയുന്നത് പോലെ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് വരുന്നത്. അവിടെ ഉള്ളതിൽ ആവശ്യത്തിലധികം മോർ വർക്കേഴ്സ് ആൻഡ് റിക്വയർഡ് ആണ് ഉള്ളത്. അപ്പോൾ മാർജിനൽ പ്രൊഡക്ടിവിറ്റി, ചില വർക്കേഴ്സിൻ്റെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി 0 ആയിരിക്കും. ആവശ്യത്തിലധികം വർക്കേഴ്സ് വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് പേരുടെയെങ്കിലും മാർജിനൽ പ്രൊഡക്ടിവിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ റിമൂവിങ് എക്സ്ട്രാ വർക്കേഴ്സ് ഡസിൻറ്റ് അഫക്ട്സ് ദി ഔട്ട്പുട്ട്. അപ്പോൾ ഒരു 100 പേര് വർക്ക് ചെയ്യുന്ന ഫീൽഡിൽ നിന്ന് ചിലപ്പോൾ അത്രയും പേർക്ക് ചെയ്യാനുള്ള ജോലി അവിടെ ഉണ്ടാവില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഒരു 10 പേരെ അല്ലെങ്കിൽ ഒരു 15 പേരെ അവിടെ നിന്ന് റിമൂവ് ചെയ്താലും ഔട്ട്പുട്ടിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആവശ്യത്തിലധികം ആളുകൾ ജോലി ചെയ്യുന്ന അവസ്ഥ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ശരിക്കും അത്രയും ആൾക്കാരുടെ അവൈലബിലിറ്റി അല്ലെങ്കിൽ ആവശ്യം എവിടെ ഇല്ല ആ പറയുന്ന ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ല. അവർ പറഞ്ഞേക്കുന്ന എക്സാമ്പിൾ 3 പേര് വേണ്ടിടത്ത് 6 പേര് ജോലി ചെയ്യുന്ന അവസ്ഥ. അപ്പോൾ 3 പേരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ബാക്കി 3 പേരെ റിമൂവ് ചെയ്താലും എന്ത് വരുന്നില്ല? ഔട്ട്പുട്ടിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. ഔട്ട്പുട്ടിൽ വ്യത്യാസമൊന്നും വരാത്തടത്തോളം അവരെ റിമൂവ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ഡിസ്ഗൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. റൂറൽ ഏരിയയിൽ അഗ്രികൾച്ചറിലാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. ആവശ്യത്തിലധികം ആളുകൾ എംപ്ലോയിഡ് ആയിരിക്കും, ഒരു ഫീൽഡിൽ എംപ്ലോയിഡ് ആയിരിക്കുമ്പോൾ ചില വർക്കേഴ്സിൻ്റെയെങ്കിലും മാർജിനൽ പ്രൊഡക്ടിവിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ്. അതും ഈ പറയുന്നത് പോലെ അഗ്രികൾച്ചറുമായിട്ടും ടൂറിസമായിട്ടും കൺസ്ട്രക്ഷനായിട്ടും ടെക്സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട പറയാനായിട്ട് പറയും. ചില സീസണുകളിൽ എന്തില്ല? എംപ്ലോയ്മെൻറ്റ് ഇല്ല. പ്രഡിക്റ്റബിൾ ആണ്, സൈക്ലിക്കലാണ്. നമുക്കറിയാം ഈ പറയുന്ന പോലെ ഇപ്പം ഷുഗർ കെയിൻ കട്ടേഴ്സ്, ഷുഗർ കെയിൻ കരിമ്പ് കിട്ടുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴേ ഇതുള്ളൂ, ജോലിയുള്ളൂ പോസ്റ്റ് ഹാർവെസ്റ്റ്, അതായത് അതിൻ്റെ വിളവെടുപ്പ് കഴിയുമ്പോൾ മാത്രമേ അവർക്ക് ജോലി ഉള്ളൂ, അല്ലേ? അപ്പോൾ അങ്ങനെ സീസണലായി വരാൻ സാധ്യതയുള്ള ഫ്ലക്ച്വേഷൻസ് മൂലം ഉണ്ടാകുന്ന ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ബേസിക്കായിട്ട് കണ്ടുവരുന്നത് അഗ്രികൾച്ചറിൽ കാണാം, ടൂറിസ്റ്റിൽ കാണാം, കൺസ്ട്രക്ഷനിൽ കാണാം, ടെക്സ്റ്റൈൽസിൽ കാണാം. അപ്പോൾ ഇങ്ങനെയുള്ള ഏരിയസിലൊക്കെയാണ് സീസണൽ ആയിട്ടുള്ള അൺഎംപ്ലോയ്മെൻറ്റ് കോമൺ ആകുന്നത്. ഇനി എന്താണ് മൂന്നാമത്തത്? ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ്. അതൊരു ഷോർട്ട് ടേം അൺഎംപ്ലോയ്മെൻ്റ് ആണ്. ഇപ്പം ഒരു പുതിയ ജോബിലേക്ക് മാറുമ്പോഴോ അല്ലെങ്കിൽ ജോബ് മാച്ച് ചെയ്യാൻ എടുക്കുന്ന സമയം ചിലപ്പോൾ ഈ പറയുന്നത് പോലെ ജോബ് പ്രൊവൈഡ് ചെയ്യാനുള്ള ആളും ജോബ് സീക്ക് ചെയ്യുന്ന ആളും തമ്മിൽ മീറ്റ് ചെയ്യാതെ പോകുന്ന, ആ ഫ്രിക്ഷൻ ഉണ്ടാകാതെ പോകുന്നതായിരിക്കും, അവർ തമ്മിൽ കാണാതെ പോകുന്നതായിരിക്കും പറഞ്ഞ പോലെ ഫ്രിക്ഷണലായ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരാൾ ഒരു ജോബ് വിട്ട് മറ്റൊരു ജോബിലേക്ക് മൂവ് ചെയ്യാനായിട്ട് നോക്കുന്നു. അപ്പോൾ കുറച്ച് സമയം ഇവർ ജോബ് അന്വേഷിച്ച് നടക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജോബ് കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫ്രിക്ഷണലായിട്ടുള്ള അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഗ്രോയിങ് ആയിട്ടുള്ള എക്കണോമിയിൽ വളരെ കൂടുതലായിട്ട് നമ്മൾ കാണുന്ന കൈൻഡ് ഓഫ് എന്താണ്? ഒരു അൺഎംപ്ലോയ്മെൻ്റ് ആണ് ഫ്രിക്ഷണൽ ആയിട്ടുള്ള അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത്. ഡെവലപ്പ് നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു ജോബ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ജോബ് ക്വിറ്റ് ചെയ്ത് മറ്റൊരു ജോബ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ആ ജോബ് എത്തുന്നുമില്ല. അപ്പോൾ ആ സ്പേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മൾ ഈ പറയുന്ന ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അൺഎംപ്ലോയ്മെൻറ്റ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? 3 രീതിയിൽ മെഷർ ചെയ്യാം. യൂഷ്വൽ സ്റ്റാറ്റസ്, ഇയർലി പെർസ്പെക്റ്റീവിൽ നമുക്ക് എന്ത് മെഷർ ചെയ്യാനായിട്ട് പറ്റും? നമ്മുടെ അൺഎംപ്ലോയ്മെൻറ്റ് മെഷർ ചെയ്യാനായിട്ട് പറ്റും. വീക്ക്ലി ആയിട്ട് നോക്കിയാൽ കറണ്ട് വീക്ക്ലി സ്റ്റാറ്റസ്, CWS എന്ന് പറയുന്നത് വീക്ക്ലി സ്നാപ്ഷോട്ട് വെച്ച് നമുക്ക് എന്ത് മെഷർ ചെയ്യാൻ പറ്റും? നമുക്ക് ഇവരുടെ അൺഎംപ്ലോയ്മെൻറ്റ് മെഷർ ചെയ്യാനായിട്ട് പറ്റും. CDS മോസ്റ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ളതാണ്. CDS ഡെയിലി നമുക്ക് പറഞ്ഞാൽ നല്ലപോലെ വ്യതിയാനങ്ങൾ നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ലെവലിലുണ്ടാകും. അതിനെയാണ് CDS കറണ്ട് ഡെയിലി സ്റ്റാറ്റസ് കൊണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇയർലി ആയിട്ടും ആനുവലി ആയിട്ടും യൂഷ്വൽ സ്റ്റാറ്റസ് വെച്ചും വീക്ക്ലി സ്റ്റാറ്റസ് വെച്ചും ഡെയിലി സ്റ്റാറ്റസ് വെച്ചും US, CWS, CDS എന്ന് പറയുന്ന 3 മെഷർ വെച്ച് നമുക്ക് അൺഎംപ്ലോയ്മെൻറ്റ് മെഷർ ചെയ്യാനായിട്ട് പറ്റും. കഴിഞ്ഞില്ല. നമ്മൾ ഇനി വരുന്നത് ഈ അൺഎംപ്ലോയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട മോഡലാണ് ഹാരിസ് ടൊഡാരോ മോഡൽ. 1970s ഹാരിസും ടൊഡാരോയും ചേർന്ന് ഈ മോഡൽ
വയ്ക്കുന്നത്. അവർ പറയുന്നത് മൈഗ്രേഷന് കാരണം അൺഎംപ്ലോയ്മെൻ്റ് ആണ്. മൈഗ്രേഷന് കാരണം അൺഎംപ്ലോയ്മെൻ്റ് ആണെന്ന് പറയുമ്പോൾ റൂറലിൽ നിന്ന് ആളുകൾ അർബനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതിന് കാരണം ബെറ്റർ ഇൻകം അവിടെ ഉണ്ടാകാനുള്ള സാധ്യത ആണ്. അർബനിൽ ഉറപ്പായിട്ടും എന്തുണ്ട്? അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ട്. അർബനിൽ അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും അവിടെ കിട്ടാൻ സാധ്യതയുള്ള വേജ് റേറ്റ് റൂറൽ കിട്ടുന്നതിനേക്കാൾ കൂടുതലാണ്. റൂറൽ വേജിനേക്കാൾ കൂടുതലാണ് മൈഗ്രേറ്റ് ചെയ്ത് അർബനിൽ ഇവർ റിസീവ് ചെയ്യാൻ സാധ്യതയുള്ള വേജ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴേ ജോബ് കിട്ടിയില്ലെങ്കിലും കിട്ടുമ്പോൾ ഉള്ള വേജ് എന്ന് പറയുന്നത് കൂടുതലാവാൻ സാധ്യതയുള്ളത് കൊണ്ട് ആണ് ആളുകൾ റൂറലിൽ നിന്ന് അർബനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു എക്സ്പെക്റ്റഡ് ഇൻകം പെർസ്പെക്റ്റീവ് വെച്ചുകൊണ്ടാണ് ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നതാണ് റൂറൽ അർബൻ മൈഗ്രേഷൻ്റെ അകത്തെ ഹാരിസ്-ടൊഡാരോ മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഇതിനെ ഇംപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെയാണ്: അർബൻ അൺഎംപ്ലോയ്മെൻറ്റ് പെർസിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഉണ്ടാകുന്നൊരു കാര്യമാണ്. ഇൻഫോർമൽ സെക്ടർ എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഹയർ മിനിമം വേജ് വേഴ്സൺ അൺഎംപ്ലോയ്മെൻറ്റ്, അതായത് ഒരു ഹയർ മിനിമം വേജ് അർബനിൽ കിട്ടുന്നു എന്നുള്ള സാഹചര്യത്തിൽ ആളുകൾ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? റൂറലിൽ നിന്ന് അർബനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ വന്നു കഴിയുമ്പോൾ കുറേ ആളുകൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ എല്ലാവർക്കും കൊടുക്കാനുള്ള ജോലി എവിടെ ഉണ്ടോ? ഇല്ല. സ്വാഭാവികമായിട്ടും അൺഎംപ്ലോയ്മെൻറ്റ് വേഴ്സൺ ചെയ്യാനുള്ളൊരു സാഹചര്യം ഹയർ മിനിമം വേജ് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഉണ്ട്. അപ്പോൾ അതാണ് ഹാരിസ്-ടൊഡാരോ മോഡലിനകത്ത് വരുന്നത്. പോളിസി റെക്കമെൻഡേഷൻസ്, ഇതുമായിട്ട് വന്ന പോളിസി റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ്? റൂറൽ ഡെവലപ്മെൻറ്റിൽ, അതായത് റൂറൽ ഏരിയാസ് ഡെവലപ്പ് ചെയ്ത് അവിടെ കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവന്ന് അവിടെ കൂടുതൽ ബെറ്റർ സ്കെയിൽ ഓഫ് സാലറി കൊണ്ടുവരികയാണെങ്കിൽ ഈ പറഞ്ഞ ഒരു പ്രശ്നം, ഈ റൂറൽ അർബൻ മൈഗ്രേഷൻ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ ജോബ് മാച്ചിങ് സിസ്റ്റംസ് കുറച്ചുകൂടെ ബെറ്റർ ആക്കുകയാണെങ്കിലും കുറച്ചുകൂടെ ജോബ് ഫൈൻഡ് ചെയ്യാൻ ആളുകളെ കൊണ്ട് എളുപ്പമാകും. അതുപോലെ തന്നെ അർബൻ വേജ് പോളിസിയെ പറ്റി കുറച്ചുകൂടെ കോഷ്യസ് ആയിരിക്കുന്നു, കുറച്ചുകൂടെ ഇൻഫോംഡ് ആയിരിക്കുന്നു നമുക്ക് ഈ പറഞ്ഞാൽ ഈ റൂറൽ അർബൻ മൈഗ്രേഷൻ കുറയ്ക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റും. അങ്ങനെ കുറച്ചാൽ മാത്രമാണ് റൂറൽ ഏരിയ ഡെവലപ്പ് ചെയ്യാൻ, ആ ഹ്യൂമൻ റിസോഴ്സസിനെ അൺഎംപ്ലോയിഡ് അല്ലാതെ കീപ്പ് ചെയ്യാനും എംപ്ലോയിഡ് ആയിട്ട് വൈസായിട്ട് ഒപ്റ്റിമമായിട്ട് യൂസ് ചെയ്യാനും നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. അപ്പോൾ സമ്മറൈസ് ചെയ്താൽ 3 തരത്തിലുള്ള അൺഎംപ്ലോയ്മെൻ്റ് ആണ് നമുക്കുള്ളത്: ഡിസ്ഗൈസ്ഡ്, സീസണൽ, ഫ്രിക്ഷണൽ. അപ്പോൾ ഹാരിസ്-ടൊഡാരോ മോഡൽ ഉപയോഗിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ്? റൂറൽ അർബൻ മൈഗ്രേഷൻ്റെ റീസൺ എന്താണ്? ഒരു എക്സ്പെക്റ്റഡ് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഹയർ വേജ് ആണ് റൂറൽ അർബൻ മൈഗ്രേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത്. അതുകൂടാതെ ഹയർ ആയിട്ടുള്ളൊരു മിനിമം വേജാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് വേഴ്സൺ ആവാനുള്ള സാധ്യതയും ഉണ്ട്. അത്രയും കാര്യങ്ങളാണ് അൺഎംപ്ലോയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ കുഞ്ഞു ടോപ്പിക്സ് വെച്ച് ആണ് നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ റിസൾട്ടിലേക്ക് നമ്മൾ എത്തുന്നത്. ആ കുഞ്ഞു ടോപ്പിക്സ് എല്ലാം പറഞ്ഞു തരാനാണ് ഈ 60 ദിവസം കൊണ്ട് നിങ്ങൾക്ക് 56 ലൈവ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ നമ്മുടെ തണ്ടർ ബാച്ചിനെ എംപ്ലോയ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ തണ്ടർ ബാച്ചിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതോടുകൂടി നിങ്ങൾക്ക് 60 ദിവസം കൊണ്ട് നമ്മളൊരു 56 ലൈവ് ക്ലാസ് തരും, ഒരു 1680 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ തരും, ഒരു 10ലധികം മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ തരും. ഇത്രയും ചെയ്ത് തീർക്കാമെങ്കിൽ ഇത്രയും മതി. എണ്ണി നമ്മൾ പറയുന്നത് ഇത്രയും സാധനം മതി. എന്ത് കിട്ടാൻ? നെറ്റ് കിട്ടാൻ. അപ്പോൾ നിങ്ങൾ ഇതിൽ അഡ്മിഷൻ എടുക്കാൻ എന്നാ ചെയ്താൽ മതി? ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 9778826292. താങ്ക് യു.